നമസ്കാരം. ഹർത്താൽ ദിനത്തിലെ കലാപം സംസ്ഥാന വ്യാപകമായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത ദിവസമായ ഇന്നലെ മുതൽ അത് രാഷ്ട്രീയ കലാപങ്ങളുടെ സ്വന്തം നാടുകൂടിയായ കണ്ണൂരിലേക്ക് കേന്ദ്രീകരിച്ച സ്ഥിതിയാണുള്ളത്. ഹർത്താൽ നടന്ന വ്യാഴാഴ്ച മുതൽ കണ്ണൂർ ജില്ലയിലെ പലയിടത്തും അക്രമം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ രാത്രിയോടെ അതിൻ്റെ തീവ്രത വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം കണ്ണൂരിൽ കലാപങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ തലശ്ശേരിയിൽ ഇന്നലെ മാത്രം ആക്രമിക്കപ്പെടുന്നത് 3 പ്രധാന നേതാക്കളുടെ വീടുകളാണ്. CPM MLA AN ഷംസീറിൻ്റെ തലശ്ശേരി മാളികപ്പീടികയിലെ വീടും CPM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ശശിയുടെ ജില്ലാ കോടതിക്കടുത്തുള്ള വീടും BJP നേതാവും രാജ്യസഭാ അംഗവുമായ V മുരളീധരൻ്റെ തലശ്ശേരി വാടിയിൽ പീടികയിലുള്ള തറവാട് വീടിന് നേരെയുമാണ് ഇന്നലെ രാത്രി ബോംബേറുണ്ടായത്. മാത്രമല്ല, തലശ്ശേരി മേഖലയിൽ ഹർത്താൽ ദിനത്തിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള സമാധാന യോഗം നടക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു ഈ ബോംബേറ് നടന്നത്. അതിനിടെ ജില്ലയിൽ തന്നെ മറ്റൊരു സംഘർഷ മേഖലയായ ഇരിട്ടിയിൽ ഒരു CPM പ്രവർത്തകന് വെട്ടേൽക്കുകയും ചെയ്തു. മാത്രമല്ല, ഷംസീറിൻ്റെയും P ശശിയുടെയും വീടുകൾ ആക്രമിച്ചത് സംഘപരിവാർ തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാക്കാനും ഇടയില്ല. എന്നാൽ BJP നേതാവ് V മുരളീധരൻ്റെ വീടിന് ബോംബെറിഞ്ഞത് മുരളീധര വിരുദ്ധ ചേരിയിൽ പെട്ടവരാണെന്നും സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ അയ്യപ്പ ഭക്തരായ യുവതികൾക്ക് സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് മുരളീധരൻ ഒരു ഇംഗ്ലീഷ് ചാനലിൽ പറഞ്ഞിരുന്നു. പിന്നീട് മുരളീധരൻ തന്നെ തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ് മലക്കം മറിഞ്ഞിരുന്നെങ്കിലും ആദ്യത്തെ പ്രസ്താവന CPMന് ഉണ്ടാക്കിക്കൊടുത്ത രാഷ്ട്രീയ മേൽക്കൈമയിൽ രോഷം കൊണ്ടവരാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സൂചന. അടിക്കടിയും വെട്ടിന് വെട്ടും ബോംബിന് ബോംബുമായി ഇരുകൂട്ടലും അരങ്ങുവാണാൽ കണ്ണൂർ വീണ്ടും കുരുതിക്കളമാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇങ്ങനെ സംഭവിക്കുന്നതിൽ സംഘപരിവാർ സംഘടനകൾക്ക് കൂസലൊന്നും ഉണ്ടാകാനിടയില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഭരണം നടത്തുന്ന കേരളത്തിൽ ക്രമസമാധാന നില ആകെ തകർന്നിരിക്കുന്നു എന്ന അവരുടെ സ്ഥിരം പല്ലവി കുറച്ചുകൂടി ഉച്ചത്തിൽ മുഴക്കാൻ അവസരം ലഭിക്കുമെന്ന സൗകര്യം കൂടി ഉണ്ടാകും എന്ന് മാത്രം. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.